പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. 2ാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് കേട്ടോ സാറ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. മകൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നല്ല എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഹയ്യാൻ യുലവ്വിൻ വനക്തു. അതിൻ്റെ കൂടെ പറയേണ്ട അധ്യാപിക നൽകിയ തത്തയുടെ ചിത്രത്തിന് നിറം നൽകി വാക്യങ്ങൾ പൂർത്തിയാക്കുകയാണ് മുർഷിദ്. നമുക്കവനെ സഹായിക്കാം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? വാക്യങ്ങൾ എഴുതണം മുർഷിദിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇതാരാണ്? ഇത് ബബഗ ആണല്ലേ? അപ്പോൾ നമ്മുടെ ബബഗ എന്താ പറയുന്നത്? അന ബബഗ ഉൻ. എങ്ങനെ പറയേണ്ടത്? അന ബബഗ ഉൻ. പിന്നെ ലീ, എനിക്കുണ്ട്. എന്തുണ്ട്? കണ്ണുണ്ട്, കൊക്കുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? ഇപ്പം ലീ ഐനുൻ, ലീ ഐനുൻ അല്ലെങ്കിൽ ലീ രീഷുൻ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. പിന്നെ അടുത്ത് ലീ രീഷുൻ, ലീ രീഷുൻ എനിക്ക് എന്തുണ്ട്? എന്താണ്? തൂവലുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ലീ രീഷുൻ തൊവീലുൻ എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം, വിശദമായിട്ടും എഴുതാം കേട്ടോ. അവസാനം അന ത്വായറുൻ ജമീൽ, ഞാനൊരു ഭംഗിയുള്ള പക്ഷിയാണ് എന്ന് അവസാനിപ്പിക്കണം അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? മുർഷിദിന്റെ ID കാർഡ് നിരീക്ഷിക്കും. മുർഷിദിന്റെ ID കാർഡാണത്. നമുക്കും സ്വന്തം ID കാർഡ് ഉണ്ടാക്കണം. അപ്പം നിങ്ങളും സ്വന്തം ID കാർഡ് ഉണ്ടാക്കണം. മുർഷിദിന്റെ എന്താ? ഇസ്മുദ്ദാരിസ്, മുർഷിദ്. സഫ് അസാനി, ഫസല് ഏതാ? സി. താരിഖുൽ മീൽ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇവിടെ ഇസ്മുൽ മദ്രസ നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതണം. എന്തെഴുതും? അൽ മദ്രസത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽ മദ്രസത്തുൽ ഇബ്തിദായിയ അൽ ഹുക്കൂമിയ, ഗവൺമെൻറ് LP സ്കൂൾ. നിങ്ങൾ വേറെ എങ്ങനെയെങ്കിൽ അൽ മദ്രസത്തുൽ ഇബ്തിദായിയ എന്താണ് കണ്ണൂർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങളുടെ പേര് എഴുതണം. പിന്നെ സഫ് സാനി, നിങ്ങളും സാനിയല്ലേ? മുകളിലെ സാനി തന്നെയാണ് ഇവിടെയും വരിക. പിന്നെ ഫസ്റ്റിൽ നിങ്ങൾ C ക്ലാസ് ആണോ B ക്ലാസ് ആണോ എന്നുള്ളത് ഇവിടെ B ആണെങ്കിൽ B കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 20 എത്രയാ? 10/2010 എത്രയാ? 2010 എന്താണ്? എത്രയായിരിക്കും നിങ്ങൾ 2ാം ക്ലാസ്സിലല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 2009 ആയിരിക്കും ചിലപ്പോൾ അല്ലേ? 2009 അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം കേട്ടോ. അടുത്തതിന് ശേഷം 2009 അല്ല 2019. അടുത്ത് ഇവിടെ മുർഷിദ് തൻ്റെ സ്കൂളിൽ പുതുതായി ചേർന്ന കുട്ടിയെ പരിചയപ്പെട്ടു. എന്തെല്ലാമായിരിക്കും അവൻ പറഞ്ഞിട്ടുണ്ടാവുക? മുർഷിദ് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. മുർഷിദ് പറഞ്ഞു സബാഹൽ ഖൈർ. അപ്പോൾ മഹബൂബ് കുട്ടിയുടെ കൂട്ടുകാരൻ എന്ത് പറയണം? സബാഹൻ നൂർ. എങ്ങനെ പറയണം? സബാഹൻ നൂർ എന്ന് പറയണം അല്ലേ? അപ്പോൾ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചു കൂട്ടുകാരൻ. അപ്പോൾ നമ്മൾ എന്ത് പറയണം? സൈൻ അല്ലേ? സൈൻ അൽഹംദുലില്ലാ. സൈൻ അൽഹംദുലില്ലാ എന്ന് പറയണം. അപ്പം മാ ഇസ്മുക എന്ന് ചോദിച്ചു മുർഷിദ്. അപ്പം മഹബൂബ് പറഞ്ഞു അന മഹബൂബ്, ഞാൻ മഹബൂബാണ്. മാ ഇസ്മുക, നിന്റെ പേരെന്താ? അവനെന്ത് പറയും അപ്പോ? അല്ലേ? അന മുർഷിദ്, അന മുർഷിദ് എന്ന് പറയും. അന മുർഷിദ്. സിമ്പിൾ അല്ലേ? ഫി ഐ സഫിൻ അൻത, ഏത് ക്ലാസ്സിലാന്ന് വെച്ചോ മഹബൂബ് എന്ത് പറയും? അസാനി. എത്രയാ? 2ാം ക്ലാസ്. അപ്പോൾ മുർഷിദ് ശുക്രൻ, ശുക്രൻ അഫ്വൻ എന്നെഴുതി എന്താ അവസാനിക്കണം? നമ്മുടെ ഹിവാർ അവസാനിക്കണം. ശരിയല്ലേ? ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ. മുർഷിദ് കവിത തയ്യാറാക്കാൻ വേണ്ടി ഒരുങ്ങിയാണ്. ചില വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമുക്ക് അവനെ സഹായിക്കാം. എന്താണ് കവിത? അനറുമ്മാൻ അനറുമ്മാൻ ലൗനി അഹ്മർ. അപ്പോൾ ഇവിടെയോ അനവറഖ് അല്ലേ? ഇത് ഇലയാണ് അല്ലേ? ഇലയെക്കുറിച്ച് നമ്മൾ ഇല വറക്ക് എന്നാ പറയാം. അപ്പൊ ഇവിടെ റുമ്മാൻ റുമ്മാൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരണം? അനവറഖ് അനവറഖ്. ശരിയല്ലേ? അനവറഖ് അനവറഖ്. ലൗനി, ഇതിന്റെ നിറം ഏതാ? അഖ്ലർ. എന്ത് വരണം? അഖ്ലർ എന്ന് വരണം അല്ല മക്കളെ? അടുത്തത് അനലഖ്ലഖ് അനലഖ്ലഖ്. ഇതാരാണ്? കൊക്ക്. അപ്പോൾ ഇവിടെ ലൗനി എന്നാണുള്ളത്. ആ ലൗനി തന്നെ ഇവിടെയും വരും.
ശരിയല്ലേ? ലൗനീന്ന് എഴുതാം. അടുത്ത ഇതെന്താണ്? മൗസ് അല്ലേ? ഇവിടെ അന മൗസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് വരി എന്താ വരിക? അനമൗസ് അനമൗസ് അനമൗസ്. ലൗനി, എന്റെ നിറം എന്താ? അസ്ഫർ അല്ലേ? ഏത് നിറമാ? നീല അല്ല, മഞ്ഞ നിറമാണ്. ലൗനി അസ്ഫർ. സിമ്പിൾ അല്ലേ? അതെ അല്ലേ? ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? കൂട്ടുകാരെ, മനോഹരമായ ചിത്രങ്ങളാണ് താഴെയുള്ളത്. നമുക്കതിന് യോജിച്ച വാചകങ്ങൾ കണ്ടെത്താം. അല്ലേ? ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു കുട്ടി ഇരിക്കുന്നു. ഇവിടെ ഇത് അടിച്ചു വൃത്തിയാക്കുന്നു അല്ലേ? ഇവിടെ പുസ്തകങ്ങൾ എന്താണ് അടുക്കി വെക്കുന്നു. ഇവിടെ ഒരു കുട്ടി കളിക്കുന്നു. പിന്നെ ഇത് പറക്കുന്നു. അപ്പൊ ഇവിടെ ഓരോ വാക്ക് കൊടുത്തിട്ടുണ്ട്. എൽ അബുൽ വലതു, കുട്ടി കളിക്കുന്നു. എവിടെ വരണം അത്? കുട്ടി കളിക്കുന്നത് നമുക്കതിനെ ഇവിടെ എഴുതണം അല്ലേ? അടുത്തത് യുറത്തിബുൽ കുത്ത്, ബുക്കൊക്കെ അടുക്കി വെക്കുന്ന എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? അപ്പൊ ഈ വരി നമ്മൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം അല്ലേ? അടുത്തതോ? യുൻഷിഫുൽ ഗുബാർ, പൊടികളൊക്കെ തട്ടുകയാണ്. അതെവിടെയാണ് വരേണ്ടത്? യുൻഷിഫുൽ ഗുബാർ. യുൻഷിഫുൽ ഗുബാർ നമുക്ക് ഇവിടെ എഴുതാം. എവിടെ എഴുതണം? ഇവിടെ. എങ്ങനെ എഴുതണം? യുൻഷിഫു, യുൻഷിഫുൽ ഗുബാർ, പൊടികൾ തട്ടുന്നു അല്ലേ? അടുത്തതോ? യതീറുൽ ഖുറാബ്, എന്താണ്? കാക്ക പറക്കുന്നു. ആ സെന്റൻസ് നമുക്ക് ഇവിടെ എഴുതാം. കാക്ക ഇവിടെയല്ലേ പറക്കുന്നത്? അതെ. അടുത്തതോ? യജ്ലിസുൽ വലദ്, കുട്ടി ഇരിക്കുന്നു. അതവിടെ വരും? ഇവിടെ ഒരു കുട്ടി ഇരിക്കണ്ടല്ലോ, ഇരിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ഇവിടെ എഴുതണം. യജ്ലിസുൽ, യജ്ലിസുൽ വലതു. ശരിയല്ലേ മക്കളെ? ഇത്രേ ഉള്ളൂ അല്ലേ? ഇത്രയാണ് നമ്മുടെ പ്രവർത്തനം. മക്കളെ കിട്ടി, എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവൂലേ? ഇൻഷാല്ലാ. അപ്പം എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.